എൻ്റെ പേര് സുരേന്ദ്രൻ. പാലക്കാട് മലമ്പുഴ റോഡ് മാട്ടുമന്ത ജംഗ്ഷൻ, മാട്ടുമന്തയിലാണ് ഈ സ്ഥാപനം. തുടക്കം പറഞ്ഞാൽ അത് മേഖലയ്ക്ക് വേണ്ടിട്ടൊക്കെ ഒരു 10-18 വർഷമായി. തുടങ്ങിയ കാലഘട്ടങ്ങളിൽ പറഞ്ഞാൽ ഗേറ്റ്, ഗ്രില്ല് അങ്ങനെയുള്ള വർക്കായിരുന്നു സ്റ്റാർട്ടിങ്. ഷട്ടർ അങ്ങനെയുള്ള വർക്കുകൾ, ഡിസൈൻ വർക്കായിരുന്നു ആദ്യം കൂടുതൽ. ഇപ്പൊ അങ്ങനത്തെ വർക്കുകളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ സ്ക്വയർ ട്യൂബിലും മറ്റു വർക്കുകൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കും. ഗേറ്റും ഗ്രില്ലൊക്കെ സ്ക്വയർ ട്യൂബ് ആയിരുന്നില്ല, MS പൈപ്പിലായിരുന്നു. MS പൈപ്പ് ആംഗിള് അതിലൊക്കെ ആയിരുന്നു ആദ്യ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മെയിനായിട്ട് റൂഫ് വർക്ക് തന്നെ മെയിനായിട്ട്. പിന്നെ പല പല മോഡൽ, പല പല ഡിസൈനിൽ വർക്ക് ഉണ്ട്. മറ്റേ സ്റ്റോൺ കോട്ടിന്റെ റൂഫ് ഉണ്ട്. പിന്നെ ടൈലിന്റെ ബോർഡ്, പുതിയ മെറ്റൽ, പല പല മെറ്റലുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡിസൈൻ മാറിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ, മോഡലുകൾ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷീറ്റിന്റെ ഒക്കെ തന്നെ ആദ്യം നമ്മൾ ഈ ഫൈബർ ഷീറ്റ്, ആസ്പെറ്റസ് ഷീറ്റ് ആയിരുന്നു. പിന്നെ ട്രൊഫോഡ് ഷീറ്റായി. ഇപ്പൊ അത് മാറി ഇപ്പൊ സാൻഡ്വിച്ച്, ഷീറ്റുകൾ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്, മോഡലുകൾ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ വർഷം 2 വർഷം കൂടുമ്പോൾ മോഡലുകൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. സ്റ്റോൺ കോട്ടിന്റെ ഷീറ്റ് ഇറങ്ങുന്നുണ്ട്, പല പല മെറ്റീരിയൽ ഷീറ്റുകളുണ്ട്, ഉപയോഗിക്കാറുണ്ട്. സ്റ്റാർട്ടിങ് നമുക്ക് ആ മെറ്റീരിയലിനെ കുറിച്ച് അറിഞ്ഞിട്ട് അതിലേക്ക് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് അറിഞ്ഞിട്ട് അതിനുശേഷം അതിന് നമ്മൾ ഉപയോഗിക്കും. പെട്ടെന്ന് ഒരു മെറ്റീരിയൽ ഒന്നും പെട്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ അതിനെക്കുറിച്ച്. അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് ചെയ്യും. ചെയ്യാറുണ്ട്. ഇപ്പൊ സിംഗിൾ പൈപ്പില്, സിംഗിൾ സ്ക്വയർ ട്യൂബിൽ അടിച്ചിട്ട് പ്ലാറ്റ്ഫോം വന്നിട്ട് നമ്മള് മറ്റേ 10mm പ്ലേറ്റിലൊക്കെ സിംഗിൾ പൈപ്പിൽ സ്റ്റെയർ ഉള്ളിൽ കൂടെയുള്ള മോഡൽ സ്റ്റെയറുകൾ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സ്റ്റെയർ ഉണ്ട്. ട്രെൻഡ് അതുണ്ട്, അതിപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ അല്ല, അതൊക്കെ വന്നിട്ട് കുറച്ച് വർഷമായി. അതിപ്പോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസ് ടാഗ് വേണ്ട ഡിസൈൻ അനുസരിച്ചിടും, പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റിക്ക് അനുസരിച്ചിടും. ഇപ്പൊ ഞാൻ റേറ്റ് പറഞ്ഞാൽ ആ റേറ്റിൽ ഒരു പല രീതിക്ക് ചെയ്യാൻ പറ്റും, കുറഞ്ഞ രീതിക്കും ചെയ്യാൻ പറ്റും. നമ്മൾ റേറ്റ് പറയാൻ പറ്റില്ല പെട്ടെന്ന്. അത് പറഞ്ഞാൽ പലവരും പല റേറ്റിലായിരിക്കും ചെയ്യുക. മെറ്റീരിയൽ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും, വെയിറ്റിൽ വ്യത്യാസം ഉണ്ടാവും, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. എല്ലാ വർക്കും ഉണ്ട്. ഷട്ടർ വർക്ക് ഉണ്ട്, റൂഫ് വർക്ക് ഉണ്ട്, ഗേറ്റ്, ഗ്രില്ല് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. സീലിംഗ് എല്ലാം വി ബോർഡ് വെച്ച് സീൽ ചെയ്ത് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. അത് വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് വി ബോർഡ് അല്ലാതെ തന്നെ വേറൊരു നമ്മളൊരു 8mm ഒരു ബോർഡ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ചുമരിന് പകരം വെച്ച് ചെയ്യുന്ന ഒരു ബോർഡ് ഉണ്ട്, അത് വെച്ച് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഡിസൈൻ കൊടുക്കും, പിന്നെ അതിന്റെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനനുസരിച്ചൊക്കെ ചെയ്തു കൊടുക്കും. വലിയ വർക്കുകളോ, ഞാൻ ഇപ്പൊ റിസോർട്ടിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കവയില് ഒരു റിസോർട്ടിന്റെ വർക്ക് ഉണ്ട്. പിന്നെ മുട്ടിക്കുളങ്കരിയിൽ കുറച്ച് വർക്ക് ഉണ്ട്, റൂഫ് വർക്കുകൾ. അത് ടൈലോഡിന്റെ വർക്കുകളാണ്. സ്റ്റാഫ് ഉണ്ട്, ഒരു 8 പേരോളം ഉണ്ടാവും. പുറത്ത് വേറെ പയ്യന്മാരുണ്ട് സൈറ്റ് വർക്കിന്. കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ എല്ലാ മേഖലയിലുണ്ട്, ഇതിലുണ്ട്. പിന്നെ ഇപ്പൊ ഈ മാസം മാർച്ച്, ഏപ്രിൽ, മെയ് ഇതൊരു സീസണാണ്. മഴയ്ക്ക് മുമ്പ് എല്ലാവരും ഈ റൂഫ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതിന്റെ ഒരു തിരക്കുണ്ട്. സൈറ്റൊക്കെ ചെയ്യും. സൈറ്റൊക്കെ 3 സൈറ്റ് 4 സൈറ്റൊക്കെ ചെയ്യും ഒരേ സമയം. പാലക്കാട് ഇവിടെ തന്നെ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട്, പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഞമ്മളിപ്പോ ഒരു 1000-1500 സ്ക്വയർ ഫീറ്റ് ഒക്കെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 8 ദിവസമാണ് നമ്മൾ പറയാറ്. 8 ദിവസം 10 ദിവസമൊക്കെ പറയും. പക്ഷെ അങ്ങോട്ടൊക്കെ ഒരു ദിവസം ചിലപ്പോൾ കറണ്ടിന്റെ കാര്യങ്ങളൊക്കെ അതങ്ങനെയൊക്കെ വരും. 8 ദിവസത്തിന്റെ ഉള്ളിൽ തീർക്കാൻ പറ്റും. അതിന് മുമ്പേ തീർക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റും. ചെയ്തിട്ടുണ്ട്. വെറൈറ്റി സ്റ്റെയർ കേസ് ഉണ്ട്, ഹാൻഡ് റെയിൽസിൽ പല മോഡലുണ്ട്, ഒരുപാട് വെറൈറ്റി മോഡലുകളുണ്ട്. ചെയ്തിട്ടുണ്ട്. വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, വരാൻ ചാൻസ് ഉണ്ട്. പുതിയ മോഡലുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ റൂഫിൽ തന്നെ പുതിയ മോഡലുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു 2 വർഷം ഒന്നും വേണ്ട, ഓരോ വർഷം കഴിയുന്നതോറും റൂഫിൽ പല പല മോഡലുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുണ്ടാവുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, പല ഡിസൈൻ വർക്കുകൾ, സ്റ്റെയർ, റൂഫ് പറഞ്ഞ ഒരുപാട് ഗ്രില്ല്. ഇപ്പൊ നമ്മള് വെന്റിലേറ്റർ, ജനൽ പാളികളൊക്കെ ഉണ്ടല്ലോ, ജനൽ പാളിയല്ല, സെറ്റോടെ കൂളിംഗ് ഷീറ്റ് ഉണ്ട്. അതല്ലാതെ ഇപ്പോ സ്റ്റോൺ കോട്ട് അല്ലാതെ വേറെ സിംഗിൾസ് പറഞ്ഞാൽ അറിയില്ല, ഈ ഒരു നമ്മൾ ഒട്ടിക്കുന്ന ടൈപ്പാണ് ആ ഷീറ്റ്. അത് കാണാൻ ഒരു ഓട് പോലെയല്ല, അതൊരു പ്ലെയിൻ ഷീറ്റ് പോലെയാണ്, കാണാൻ നന്നായിട്ടുണ്ടാവും. സ്റ്റാഫ് ഉണ്ട്, ഒരു 8 പേരോളം ഉണ്ടാവും. പുറത്ത് വേറെ പയ്യന്മാരുണ്ട് സൈറ്റ് വർക്കിന്. ഇത് മാട്ടുമന്ത ജംഗ്ഷൻ. എന്റെ സ്ഥാപനത്തിന്റെ പേര് കൊണ്ട് ASP എഞ്ചിനീയറിംഗ്.